ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്നത് SCERT ആണ്. SCERT 7ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യ പുതുയുഗത്തിലേക്ക് എന്ന ചാപ്റ്ററാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇന്ത്യ പുതുയുഗത്തിലേക്ക്. ഓക്കെ, ചെറിയ ചെറിയ കണക്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത്. മിസ്സാക്കരുത്, പൂർണ്ണമായിട്ടും കാണാം കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പാഠത്തിന്റെ ആദ്യ ഭാഗത്ത് കാണുന്നത് ഒരു ചെറിയ കുറിപ്പ് കാണുന്നുണ്ട്. താഴെ ഒരു പിക്ചറും കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് ഈ പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, സതിയുമായി ബന്ധപ്പെട്ടതാണ്. പണ്ട് കാലത്ത് നടന്നിട്ടുള്ള ഒരു ദുരാചാരമായിരുന്നു ഈ സതി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അതേ ചിതയിൽ ഭാര്യ കൂടി മരിക്കണം എന്നുള്ളൊരു സിസ്റ്റം പണ്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു കുറിപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാനത് വായിക്കുന്നില്ല. ഓക്കെ, കാര്യം എന്തായാലും മനസ്സിലായല്ലോ. അപ്പൊ അതുപോലെ നമ്മുടെ നാട്ടിലുണ്ടായ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ദുരാചാരങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? ശൈശവ വിവാഹം, വിധവ വിവാഹ നിഷേധം, നരബലി, ശിശുഹത്യ, അടിമത്തം, ഇതുപോലുള്ള ഒരുപാട് ദുരാചാരങ്ങൾ പണ്ട് നമ്മുടെ നാട്ടില് ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത്തരം അനാചാരങ്ങൾക്കെതിരെ 19ാം നൂറ്റാണ്ടോടെ അനേകം പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു. യുക്തിചിന്തയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ഉളവാക്കിയ സാമൂഹിക ബോധവുമാണ് ഇതിന് പ്രേരകമായത്. അനാചാരങ്ങളോടും അന്ധവിശ്വാസങ്ങളോടുമുള്ള എതിർപ്പ്, സ്ത്രീ സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസത്തിന്റെ വ്യാപനം, ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള അഭിമാനബോധം എന്നിവ ഇതിന്റെ പൊതു സ്വഭാവമായിരുന്നു. സാമൂഹിക അനാചാരങ്ങൾക്കെതിരെയും സാമൂഹിക ഉന്നമനത്തിനും വേണ്ടിയും പ്രവർത്തിച്ച പ്രധാന വ്യക്തികളെയും അവർ തുടക്കം കുറിച്ച പ്രസ്ഥാനങ്ങളെയുമാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്, ശ്രദ്ധിച്ചു കേൾക്കണം, സ്ഥിരം ചോദ്യമാണ്. ഓക്കെ, രാജാറാം മോഹൻ റോയ് ആണ് ഫസ്റ്റ്. ഞാനൊന്ന് വായിക്കാം. ഓക്കെ, അതിനുശേഷം ഞാൻ പോയിന്റ് മാത്രം പറയാം കേട്ടോ. പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ രാജാറാം മോഹൻ റോയ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന പല അനാചാരങ്ങളെയും ശക്തിയായി എതിർത്തു. സതി, ശൈശവ വിവാഹം എന്നീ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി. ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന വില്യം ബെന്റിക് പ്രഭുവാണ് സതി നിരോധിച്ചത്. ഇതിന് പ്രധാന കാരണം രാജാറാം മോഹൻ റോയിയുടെ പ്രവർത്തനങ്ങളായിരുന്നു. തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി അദ്ദേഹം ബ്രഹ്മസമാജം എന്ന സംഘടന സ്ഥാപിച്ച അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് എല്ലാ മതങ്ങളും ഒന്നാണെന്നുള്ള പൊതു സന്ദേശം പ്രചരിപ്പിച്ചു. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് വിശ്വസിച്ചു. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ, അപ്പൊ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഓക്കെ, ഞാൻ പോയിന്റ് മാത്രമായിട്ട് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ്? രാജാറാം മോഹൻ റോയിയെ കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തെ പോയിന്റ് സതി അല്ലെ? സതി, ശൈശവ വിവാഹം എന്നിവയ്ക്കെതിരെ എതിർത്ത വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. നമുക്ക് പലർക്കും പറ്റുന്ന ഒരു തെറ്റെന്ന് പറയുന്നത്, നമ്മൾ ചെറുപ്പത്തിലെ പഠിച്ചത് കൊണ്ടായിരിക്കാം ചിലപ്പോ, ഈ സതി നിരോധിച്ചത് രാജാറാം മോഹൻ റോയ് അല്ല. ഓക്കെ, സതി നിരോധിച്ചത് രാജാറാം മോഹൻ റോയ് അല്ല. സതി നിരോധിച്ചത് ആരാണ്? വില്യം ബെന്റിക് പ്രഭുവാണ് കേട്ടോ. അപ്പൊ അത് കൃത്യമായിട്ട് ഓർക്കുക. സതി നിരോധിച്ചത് വില്യം ബെന്റിക് പ്രഭുവാണ്. സതിക്കെതിരെയും അതുപോലെ സതിക്കെതിരെ എതിർത്ത് സംസാരിച്ച, ശബ്ദമുയർത്തിയ വ്യക്തിയാണ്, അതിനെതിരെ പ്രവർത്തിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ് കേട്ടോ. ഓക്കെ, ഇന്ത്യക്കാരനായ രാജാറാം മോഹൻ റോയ് ആണ് നമ്മുടെ സതിക്കെതിരെ പ്രവർത്തിച്ച വ്യക്തി. ഓക്കെ, എതിർത്ത വ്യക്തി. എന്നാൽ സതി നിരോധിച്ചത് ആരാണ്? വില്യം ബെന്റിക് പ്രഭുവാണ്. വില്യം ബെന്റിക് പ്രഭു. ഓക്കെ, സതി എന്നൊക്കെ പറയുന്നത് അത്രക്കും ക്രൂരമായിട്ടുള്ള ഒരു ദുരാചാരമാണ് അല്ലെ? അപ്പോൾ ഈ ദുരാചാരമൊക്കെ ചെയ്യുന്നവർ നമ്മൾ ബെൻഡ് ചെയ്ത് തല്ല് കൊടുക്കുന്നൊക്കെ ഒന്ന് ആലോചിക്കുക കേട്ടോ. ബെൻഡ് ചെയ്തിട്ട് അങ്ങനെ തല്ല് കൊടുക്കും ഉള്ള രീതിയിലൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബെന്റിക്കുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. വില്യം ബെന്റിക് പ്രഭു. ഓക്കെ, മറക്കരുത്, വില്യം ബെന്റിക് പ്രഭു. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച ഒരു സമാജം അല്ലെ, ബ്രഹ്മസമാജം. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രഹ്മസമാജം എന്ന സംഘടന അദ്ദേഹം സ്ഥാപിച്ചത്. അപ്പൊ എന്താണ്? രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടനയാണ് ബ്രഹ്മസമാജം എന്ന് പറയുന്നത്. ബ്രഹ്മസമാജം. രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. ഈ രാജാവൊക്കെ മുഹൂർത്തത്തിലെ എണീക്കുന്ന വിചാരിച്ചാൽ മതി കേട്ടോ. രാജാവൊക്കെ രാജാറാം മോഹൻ റോയിയുടെ രാജാവാണ് എടുത്തിട്ടുള്ളത്. രാജാവൊക്കെ മുഹൂർത്തത്തിലെ എഴുന്നേൽക്കുന്നില്ല രീതിയിൽ ബ്രഹ്മസമാജവുമായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ,
ഈ ബ്രഹ്മസമാജത്തിലൂടെ അദ്ദേഹം എന്താണ് പറഞ്ഞത്? എല്ലാ മതവും ഒന്നാണ് അല്ലെ, എല്ലാ മതവും ഒന്നാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? രാജാറാം മോഹൻ റോയ്. ഏത് പ്രസ്ഥാനത്തിൽ, ഏത് സംഘടനയിലൂടെ പറഞ്ഞത്? ബ്രഹ്മസമാജത്തിലൂടെ. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ എന്താ പറയാ, ഈ വ്യക്തികൾ പറഞ്ഞിട്ടുള്ള ഡയലോഗൊക്കെ തന്നിട്ട് ഇത് ആര് പറഞ്ഞതാണെന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് എഴുതി വെച്ച് പഠിക്കേണ്ടതുണ്ട്. കാരണം ഒരുപാട് വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. അപ്പൊ ഇവരൊക്കെ ഓരോരോ കാര്യങ്ങൾ ഇവർക്ക് ഓരോരോ സമയത്ത് തോന്നിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ കൃത്യമായിട്ട് എഴുതി വെക്കുക. എല്ലാ മതവും ഒന്നാണ് എന്ന് പറഞ്ഞത് ബ്രഹ്മസമാജം അല്ലെ, ബ്രഹ്മസമാജം എന്ന സംഘടനയിലൂടെ നമ്മുടെ രാജാറാം മോഹൻ റോയിയാണ്. ഓക്കെ, രാജാവിനെ എല്ലാവരും ഒരുപോലെയല്ലേ ഉണ്ടാവുക. അപ്പൊ ആ ഒരു രീതിയിൽ ഒന്ന് ആലോചിക്കുക, എല്ലാ മതവും ഒന്നാണ്, എല്ലാ മതവും ഒന്നാണ്. അതുപോലെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ജാതി സമ്പ്രദായമാണ് ഇന്ത്യയുടെ അനൈക്യത്തിന്റെ ഉറവിടം അല്ലെ. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്നും പറഞ്ഞത് ആരാണ്? നമ്മുടെ രാജാറാം മോഹൻ റോയ് ആണ്. അപ്പൊ രണ്ട് പോയിന്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? രാജാറാം മോഹൻ റോയ്. ഓക്കെ, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ് പറയുന്നത് രാജാറാം മോഹൻ റോയ്. നമ്മൾ മുന്നേ ഒരിക്കൽ പെട്രാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഇവിടെ അല്ല കേട്ടോ, അത് കൃത്യമായിട്ട് ഓർമ്മിക്കണം. ഇത് ഇന്ത്യയുടെ കാര്യമാണ് പറയുന്നത്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ, അതുപോലെ നമ്മൾ കേരളത്തിനെയും പഠിക്കേണ്ടതുണ്ട്. ആ സമയത്ത് ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്ത് എന്തൊക്കെ പോയിന്റാണ് പറഞ്ഞത്? സതി, ശിശുവിവാഹം എന്നിവ എതിർത്തു. സതി നിരോധിച്ചത് ആരാണ്? വില്യം പെൻഡിക് പ്രഭുവാണ്. ബ്രഹ്മസമാജം എന്ന സംഘടന സ്ഥാപിച്ചു. രാജാവ് ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ മതവും ഒന്നാണെന്ന് പറഞ്ഞു. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് കൂടിയാണ് ഇദ്ദേഹം. ഓക്കെ ആണോ? നെക്സ്റ്റ് വ്യക്തിയിലേക്ക് പോവാം. സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതി. ഓക്കെ, ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർത്ത നവോത്ഥാന നായകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ഈ ലക്ഷ്യത്തിന് വേണ്ടി അദ്ദേഹം ആര്യസമാജം എന്ന സംഘടന രൂപീകരിച്ചു. വേദങ്ങളിലേക്ക് മടങ്ങുക അല്ലെ, വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. അപ്പൊ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? സ്വാമി ദയാനന്ദ സരസ്വതി ബന്ധപ്പെട്ട ആദ്യത്തെ പോയിന്റ് ആണ് ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർത്ത വ്യക്തിയാണ്. ജാതി വ്യവസ്ഥയും വിഗ്രഹാരാധനയും. വിഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്വാമിമാർ അമ്പലത്തിലാണല്ലോ ഉണ്ടാവും. അപ്പൊ അമ്പലവും വിഗ്രഹമൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്തൂടെ? അപ്പൊ ജാതി വ്യവസ്ഥയെയും അതുപോലെ വിഗ്രഹാരാധനയെയും എതിർത്ത നവോത്ഥാന നായകനാണ് നമ്മുടെ സ്വാമി ദയാനന്ദ സരസ്വതി. രണ്ടാമത്തേത് എന്താണ്? ആര്യ സമാജമാണ് സ്ഥാപിച്ചത്. ആര്യ സമാജം, അതൊന്ന് നിങ്ങൾ ആലോചിക്കുക. ആര്യക്കൊക്കെ ഭയങ്കര ദയയാണോ എന്നൊക്കെ എന്നുള്ള രീതിയിൽ ഒന്ന് ചുമ്മാ ആലോചിക്കുക കേട്ടോ. ആര്യ, നമ്മുടെ സിനിമ നടൻ ആര്യയില്ലേ, അപ്പൊ ഭയങ്കര ദയാലു ആണെന്നുള്ള രീതിയിൽ ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വാമി ദയാനന്ദ സരസ്വതിയുമായിട്ട് കിട്ടും. ആര്യ സമാജം സ്ഥാപിച്ചു. നെക്സ്റ്റ്, വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തു എന്ന് പറഞ്ഞ വ്യക്തിയെ വേദങ്ങളിലേക്ക് മടങ്ങുക. ഈ സ്വാമിമാരുടെ കയ്യിലാണ് വേദപുസ്തകങ്ങളൊക്കെ ഉണ്ടാവുക എന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറയുന്നത് ഏതൊരു സ്വാമിയാണെന്ന് മനസ്സിലാവില്ലേ? സ്വാമി ദയാനന്ദ സരസ്വതി. അപ്പൊ 3 പോയിന്റ് ആണ് പറഞ്ഞത്. ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയും എതിർത്തു. ആര്യ സമാജം സ്ഥാപിച്ചു. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞു അല്ലെ. ഓക്കെ, ജ്യോതിറാവു ഫൂലെ ആണ് നെക്സ്റ്റ്. ജ്യോതിറാവു ഫൂലെ വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്തു. 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച അദ്ദേഹം അധസ്ഥിത വിഭാഗക്കാരുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകി. ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ഫൂലെ സ്ഥാപിച്ചിട്ടുള്ള സംഘടനയാണ് സത്യശോധക സമാജം. ഓക്കെ, നിറയെ പോയിന്റുകളാണ്, അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ജ്യോതിറാവു ഫൂലെയാണ് പറയുന്നത് വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ്. അപ്പൊ ജ്യോതിറാവു ഫൂലെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ജ്യോതി, ഒരു പെണ്ണിന്റെ പേരാണല്ലോ. അപ്പൊ പെണ്ണുമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് മെയിൻ ആയിട്ട് ഇവർ പറയുന്നത് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടതാ. അതായത് വിധവകളുടെ പെൺവിദ്യാഭ്യാസം, സ്ത്രീ വിദ്യാഭ്യാസം എന്നൊക്കെയാണ് ഈ ജ്യോതിറാവു ഫൂലെയുടെ മെയിൻ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, മെയിൻ ഒരു എയിം എന്ന് പറയുന്നത്.
ജ്യോതിറാവു ഫൂലെയാണ് പറയുന്നത് വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുക അല്ലെ. അപ്പൊ വിധവ എന്ന് പറയുമ്പോൾ ഒരു പെണ്ണാണ് ജ്യോതിറാവു ഫൂലെയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അല്ലെ, പെൺകുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം എന്താണ് കൊടുക്കണം എന്ന് പറയുകയും അതുപോലെ സൗജന്യമായ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചിട്ടുള്ളതാണ് അദ്ദേഹം. 12 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഉണ്ട് കേട്ടോ, പെൺകുട്ടികൾക്ക് മാത്രമല്ല 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച വ്യക്തി. നെക്സ്റ്റ് എന്താണ് പറയുന്നത്, അധസ്ഥിത വിഭാഗം അതുപോലെ സ്ത്രീകൾ എന്നിവരുടെ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയിട്ടുണ്ട്, പ്രാമുഖ്യം നൽകിയിട്ടുണ്ട്. അധസ്ഥിത വിഭാഗം സ്ത്രീകൾ കണ്ടോ, ഞാൻ പറഞ്ഞില്ല മെയിൻ സ്ത്രീ ആണെന്ന് പറഞ്ഞില്ലേ, അപ്പൊ സ്ത്രീകളുടെയും എഡ്യൂക്കേഷന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് നൽകിയ വ്യക്തിയാണ്, വാദിച്ച വ്യക്തിയാണ്. നെക്സ്റ്റ് സത്യശോധക് സമാജ് അല്ലെ, സത്യശോധക് സമാജ് എന്ന സംഘടന രൂപീകരിച്ചതാണ്. ഈ സത്യശോധക സമാജ് എന്ന് പറയുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുള്ളത്, നമ്മൾ ജ്യോതിറാവു ഫൂലെ അല്ലേ പറഞ്ഞ, ഫൂലെ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പൂവായിട്ട് കണക്ട് ചെയ്തിവിടെ, പൂവ്. അപ്പോൾ പൂവ് എന്നൊക്കെ പറയുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അത് വാടും അല്ലെ, ശോകമായി മാറും എന്നുള്ള രീതിയിൽ ശോകം എന്നുള്ള രീതിയിൽ ഒന്ന് എടുക്കാം കേട്ടോ. ഫൂൽ എന്നൊക്കെ പറയുമ്പോൾ ഹിന്ദിയിൽ പൂവല്ലേ, എനിക്ക് ഞാൻ ആ രീതിയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ശോകമായി മാറുന്നില്ല രീതിയിൽ സത്യശോധക സമാജുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ 4 പോയിന്റാണ് പറഞ്ഞത്. വിധവകളുടെ വിദ്യാഭ്യാസം, 12 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിത വിദ്യാഭ്യാസം, സൗജന്യ വിദ്യാഭ്യാസം. നെക്സ്റ്റ് അധസ്ഥിത വിഭാഗത്തിന് സ്ത്രീകൾക്കും വിദ്യാഭ്യാസം, സത്യശോധക സമാജം സ്ഥാപിച്ചു, സമാജ്. ഓക്കെ, നെക്സ്റ്റ് പണ്ഡിത രമാബായി ആണ് പറയുന്നത്. പണ്ഡിത രമാബായി സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ച രമാബായി സ്ത്രീകൾ അനുഭവിക്കുന്ന സാമൂഹ്യ അസമത്വങ്ങൾക്കെതിരെ പോരാടി. വിധവകളുടെ ഉന്നമനത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി അവർ പ്രവർത്തിച്ചു. ഓക്കെ, ചെറിയ പോയിന്റ് ആണ്. പണ്ഡിത രമാബായി ആണല്ലോ, പെണ്ണാണല്ലേ, അപ്പൊ പെണ്ണെന്നുള്ള രീതിയിൽ എന്തായാലും പെണ്ണുങ്ങൾക്കായിരിക്കും ഇമ്പോർട്ടന്റ് കൊടുക്കുക. അപ്പം ഒരു സ്ത്രീ വിദ്യാഭ്യാസം, വിധവകളുടെ ഉന്നമനമൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാം, അങ്ങനെയല്ല പൊതുവെ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ പിന്നെ ഒരു പോയിന്റ്, മെയിൻ പോയിന്റ് പറയുന്നുണ്ട് ആര്യ മഹിളാ സഭ അല്ലെ. അപ്പൊ ഇതാണ് ഈ ഒരു സംഘടനകളാണ് നമുക്ക് ഇമ്പോർട്ടന്റ്, ആര്യ മഹിളാ സഭ. അപ്പൊ നേരത്തെ നമ്മളൊരു എന്താണ് പറഞ്ഞത്, ആര്യ സമാജം പറഞ്ഞിട്ടുണ്ട്. ആര്യ സമാജം ദയയുള്ള ആര്യാണ് സ്വാമി ദയാനന്ദ സരസ്വതി അല്ലെ, നമ്മൾ ഓർമ്മയില്ലേ. അപ്പോൾ അത് ഇതുമായിട്ട് നിങ്ങൾ മാറിപ്പോകാൻ പാടില്ല. അവിടെ ആര്യ സമാജമാണ്, ഇവിടെ ആര്യ മഹിളാ സഭയാണ്. അപ്പൊ മഹിള എന്ന് വരുമ്പോൾ ഒരു പെണ്ണാന്നുള്ള രീതിയിൽ ഓർക്കുക. അപ്പൊ പണ്ഡിത രമാബായിയുമായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് രമാബായി അല്ലെ, പണ്ഡിത രമാബായി ആണ്. വിധവകളുടെ ഉന്നമനത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും പ്രവർത്തിച്ചു. ഓക്കെ ആണോ? നെക്സ്റ്റ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഓക്കെ, മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയ അഹമ്മദ് ഖാൻ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചു. ഇതാണ് പിന്നീട് പ്രസിദ്ധമായ അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറിയത്. ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ്. ഓക്കെ, അപ്പോ സർ സയ്യിദ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു മുസ്ലിമാണ്, മുസ്ലിം പേരാണ്, വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മെയിൻ ആയിട്ട് മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയ ഒരു മഹത് വ്യക്തിയായിരുന്നു അദ്ദേഹം. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക, ആധുനിക വിദ്യാഭ്യാസത്തിനാണ് പ്രചാരം നൽകിയത് കേട്ടോ. ആർക്ക്? മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകി. അതുപോലെ എന്തൊക്കെയാണ്? മുഹമ്മദ് ആംഗ്ലോ ഓറിയന്റഡ് കോളേജ് സ്ഥാപിച്ചു. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റഡ് കോളേജ് സ്ഥാപിച്ചു. ആ കോളേജ് പിന്നീട് എന്ത് പേരിലാണ് അറിയപ്പെട്ടത്? അലിഗഡ് മുസ്ലിം സർവകലാശാല എന്ന പേരിൽ അറിയപ്പെട്ടു. അലിഗഡ് സർവകലാശാല. അദ്ദേഹം പ്രധാനമായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത് ഹിന്ദു മുസ്ലിം ഐക്യം അല്ലെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡയലോഗ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. നമ്മൾ പറഞ്ഞത് 3 പോയിന്റ് ആണ്. മുസ്ലിം മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുത്തു. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റഡ് കോളേജ് സ്ഥാപിച്ചു. അത് പിന്നീട് അലിഗഡ് മുസ്ലിം സർവകലാശാലയായിട്ട് മാറി.
ഹിന്ദു മുസ്ലിം ഐക്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു അല്ലെ. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവാം. സ്വാമി വിവേകാനന്ദനാണ് പറയുന്നത്. സ്വാമി വിവേകാനന്ദൻ ജാതീയമായ ഉച്ചനീചത്വങ്ങളെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത പരിഷ്കർത്താവായിരുന്നു നമ്മുടെ സ്വാമി വിവേകാനന്ദൻ. വിശ്വസ്വാഹോദര്യത്തിന് ഊന്നൽ കൊടുത്ത അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെട്ടു. എന്താണ്? മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ. അപ്പൊ ഈ ഒരു ഡയലോഗ് നിങ്ങൾ ഓർത്തു വെക്കണം. മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ. ഓക്കെ, നെക്സ്റ്റ്. ഈ പ്രതീക്ഷയൊക്കെ നമ്മൾ പ്രതീക്ഷ വെച്ച് നമുക്ക് ഒരുപാട് ആനന്ദമൊക്കെ ഉണ്ടാവും ആലോചിച്ചാൽ മതി കേട്ടോ. എന്തെങ്കിലും നമുക്ക് ആ ഒരു വലിയൊരു വാക്ക് നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും, ആരാ പറഞ്ഞത് ബൈഹാർട്ട് പഠിച്ചാല്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു വാക്ക് എടുത്തിട്ട് ഒരു കീ വാക്ക് എടുത്തിട്ട് അതുമായിട്ട് നിങ്ങൾ ആ പേരുമായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത് പ്രതീക്ഷ അല്ലെ. നമുക്ക് ഒരുപാട് പ്രതീക്ഷയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ആനന്ദമായിരിക്കും എന്നുള്ള രീതിയിലൊന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. പ്രതീക്ഷ എന്ന് കാണുമ്പോൾ ആനന്ദ്, അപ്പൊ വിവേകാനന്ദൻ. ഓക്കെ, ആ രീതിയിലൊന്ന് കണക്ട് ചെയ്യാം. നെക്സ്റ്റ്, ശ്രീരാമകൃഷ്ണ പരമഹംസരായിരുന്നു അദ്ദേഹത്തിന്റെ സ്വാമി വിവേകാനന്ദന്റെ ഗുരു എന്ന് പറയുന്നത്. ശ്രീരാമകൃഷ്ണ പരമഹംസൻ അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായിട്ട് വിവേകാനന്ദൻ സ്ഥാപിച്ചിട്ടുള്ള ഒരു സംഘടനയുണ്ട്. അതിന്റെ പേരാണ് രാമകൃഷ്ണ മിഷൻ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, രാമകൃഷ്ണ മിഷൻ. ഈ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ രാജ്യത്തുടനീളം ധാരാളം വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ഇന്ത്യക്കാരിൽ ദേശീയബോധവും ആത്മാഭിമാനവും ഉണർത്തുന്നതിൽ വിവേകാനന്ദന്റെ പ്രവർത്തനങ്ങൾ പ്രധാന പങ്കുവച്ചു. അപ്പൊ സ്വാമി വിവേകാനന്ദൻ നമ്മുടെ പ്രധാന പോയിന്റുകൾ എന്ന് പറയുന്നത്, അദ്ദേഹം വിശ്വസ്വാഹോദര്യത്തിന് ഊന്നൽ നൽകി. അതുപോലെ എന്താണ്? ഉച്ചനീചത്തെ എതിർത്തു, സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു, എല്ലാവരും ചെയ്യുന്ന പോലെ അല്ലേ. പിന്നെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഗുരു എന്ന് പറയുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസനാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസൻ അദ്ദേഹത്തിന്റെ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനാണ് വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്. രാമകൃഷ്ണ മിഷൻ. ഓക്കെ, അപ്പൊ ഇത്ര പോയിന്റേ ഉള്ളൂ ഈ ഭാഗത്ത്. കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് പോവാം. ഇവിടെ ഒരു ബോക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ്, മാറുന്ന ജനത. ജാതിക്കും മതത്തിനും അതീതമായി മാനവികതയിൽ ഊന്നിക്കൊണ്ടുള്ള വിശ്വസ്വാഹോദര്യത്തിന്റെ കാഴ്ചപ്പാട് ഇന്ത്യക്കാരിൽ വളർത്തിയെടുക്കാൻ സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് കഴിഞ്ഞു. എല്ലാ പരിഷ്കർത്താക്കളും വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞു. അവർ പുതിയ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ഇത് ഇന്ത്യയിൽ വിദ്യാഭ്യാസ പുരോഗതിക്ക് കാരണമായി. പരിഷ്കർത്താക്കൾ ഇന്ത്യയുടെ പൈതൃകത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. ഇത് സ്വന്തം രാജ്യത്തേക്കുള്ള അഭിമാനബോധവും ആത്മവിശ്വാസവും ഇന്ത്യക്കാരിൽ വളർത്തി. ഇങ്ങനെ ഇന്ത്യൻ ജനതയിൽ പുതിയ ഉണർവ് സൃഷ്ടിക്കുന്നതിൽ സാമൂഹ്യ പരിഷ്കർത്താക്കൾ വലിയ പങ്ക് വഹിച്ചു. ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ച് കേട്ട് പോയാൽ മതി കേട്ടോ. പോയിന്റ് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ പറയാം. നെക്സ്റ്റ്, ദേശീയ ബോധം വളരുന്നു എന്നൊരു ഭാഗമാണ് പറയാൻ പോകുന്നത്. നാം ഇതുവരെ ചർച്ച ചെയ്ത സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും അവയുടെ നായകന്മാരുടെയും പ്രവർത്തനങ്ങൾ ഇന്ത്യക്കാരിൽ പുതിയ അവബോധം സൃഷ്ടിച്ചു. അക്കാലത്ത് ഇന്ത്യയിൽ രൂപപ്പെട്ട രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങളെ കുറിച്ച് മുൻ അധ്യായങ്ങളിൽ നാം മനസ്സിലാക്കിയല്ലോ. അപ്പൊ അവ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ കീഴ്പ്പെടുത്തി ഒറ്റ ഭരണത്തിന് കീഴിലാക്കി രാഷ്ട്രീയമായി ഇന്ത്യയെ ഏകീകരിച്ചു. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സാമ്പത്തിക ചൂഷണം ഇന്ത്യക്കാരിൽ പൊതുവെ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം വളർത്തി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ വ്യാപനവും ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങളുടെ വളർച്ചയും വിവിധ ജനവിഭാഗങ്ങളെ ഒരുമിപ്പിച്ചു. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്തുവാൻ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച മാർഗം ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നിപ്പിക്കുവാനും ഒരു രാജ്യത്തിൽ ഉൾപ്പെട്ടവരാണെന്ന ബോധം ഉണ്ടാക്കുവാനും സഹായിച്ചു. ഓക്കെ, ഇപ്പൊ ഒന്ന് കേട്ടുപോയാൽ മതി കേട്ടോ. ഇന്ത്യക്കാരെല്ലാം ഒരൊറ്റ ജനതയാണെന്ന ബോധം ഉളവാക്കാൻ മേൽപ്പറഞ്ഞ ഘടകങ്ങൾ സഹായകമായി. ഓക്കെ, അപ്പൊ അത് മതപരവും ഭാഷാപരവും പ്രാദേശികവുമായ വൈവിധ്യങ്ങൾക്കപ്പുറം എല്ലാ ഇന്ത്യക്കാരും ഒന്നാണെന്ന ഒരു ബോധം ഒരു ബോധം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് ഇന്ത്യൻ ദേശീയത. ഈ ബോധമാണ് ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബ്രിട്ടീഷുകാർ ചെയ്ത കാര്യങ്ങളൊക്കെ ഉൾട്ടയായിട്ട് വന്നു അല്ലെ. അതുകൊണ്ടാണ് നമുക്ക് ഒരു ഏകത്വം എന്നുള്ള ഒരു ഏകത്വം, ഇന്ത്യക്കാരൊക്കെ ഒന്നാണ് എന്നുള്ള രീതിയിൽ നമുക്കൊരു ആശയം വന്നത്. ഓക്കെ,
എല്ലാ ഇന്ത്യക്കാരും ഒന്നാണെന്ന ഈ ബോധത്തെയാണ് എന്ത് പറയുന്നത്, ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ്. അതിലെ കുറച്ച് കാര്യങ്ങളാണ്, ഒന്ന് വായിച്ചു പോകാം കേട്ടോ. ഇന്ത്യയിലെ പർവ്വതങ്ങളും നദികളും വനങ്ങളും നമുക്ക് ഭക്ഷണം തരുന്ന വിശാലങ്ങളായ വയലുകളും എല്ലാം നമുക്ക് പ്രിയപ്പെട്ടവ തന്നെ. പക്ഷേ എല്ലാത്തിനും ഏറെയായി ഗണിക്കേണ്ടത് ഇന്ത്യയിലെ ജനതയെയാണ്, അവരെയും എന്നെയും പോലുള്ള ആളുകൾ. അവരാകട്ടെ ഈ പരന്ന നാട്ടിൽ മുഴുക്കെ വ്യാപിച്ചു കിടക്കുകയും ചെയ്യുന്നു. സാരമായി നോക്കിയാൽ ഈ കോടിക്കണക്കിലുള്ള ജനങ്ങളാണ് ഭാരത മാതാവ്. അവരുടെ ജയം എന്ന് വെച്ചാൽ ഈ ജനത്തിന്റെ ജയം എന്നാണ് അർത്ഥം. നിങ്ങൾ ഈ ഭാരത മാതാവിന്റെ ആശയങ്ങളാണ്. ഒരു വിധത്തിൽ നിങ്ങൾ തന്നെയാണ് ഭാരത മാതാവ് എന്ന് ഞാൻ അവരോട് പറയും. ഈ ആശയം പതുക്കെ അവരുടെ തലച്ചോറിൽ കിനിഞ്ഞു ചെന്നെത്തുമ്പോൾ ഒരു വമ്പിച്ചു കണ്ടുപിടുത്തം സാധിച്ചാലത്തെ പോലെ അവരുടെ കണ്ണുകൾ പ്രകാശിക്കും. ഓക്കെ, അപ്പൊ ജസ്റ്റ് കേട്ടു പോവാട്ടോ. അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് അറിയേണ്ടത് ഇന്ത്യയെ കണ്ടെത്തൽ എഴുതിയിട്ടുള്ളത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയെ കണ്ടെത്തൽ ആരാണ് എഴുതിയത്? ജവഹർലാൽ നെഹ്റു ആണ്. ദേശീയബോധം വളർന്നതോടെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചനം നേടാനുള്ള ഇന്ത്യക്കാരുടെ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടി. ഇത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി വർദ്ധിപ്പിച്ചു. ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച സാഹിത്യകാരന്മാർ ഇവിടെ പറയുന്നുണ്ട്. ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ് ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ, ലക്ഷ്മിനാഥ് ബെസ്ബറോവ, അൽതാഫ് ഹുസൈൻ അല്ലെ. അപ്പൊ ഒന്ന് പേരൊക്കെ ഒന്ന് കേട്ടു പോയാൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സംഘടനകളുടെ രൂപീകരണം. ഇന്ത്യക്കാർക്കിടയിലുണ്ടായ ഉണർവിന്റെ ഫലമായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പ്രാദേശിക സംഘടനകൾ രൂപം കൊണ്ടു. മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂന സർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ തുടങ്ങിയവ ഇവയിൽ ചിലതാണ്. എന്നാൽ ഇവയെല്ലാം പ്രാദേശിക ആവശ്യങ്ങൾക്കായിരുന്നു മുൻഗണന നൽകിയിരുന്നത്. ദേശീയ തലത്തിൽ ഒരു സംഘടന രൂപീകരിക്കേണ്ടത് ആവശ്യകത അക്കാലത്ത് ബലപ്പെട്ടിരുന്നു. അതായത് ആ ഒരു ഐക്യം വന്നതോടുകൂടി ഓരോരോ ഭാഗത്ത് ഓരോരോ സംഘടനകൾ ഉണ്ടാക്കാൻ തുടങ്ങി. സാമൂഹ്യ നേതാക്കൾ ഓരോരോ സംഘടനകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോ ഇങ്ങനെ പക്ഷെ ഇതെന്താണ്, ദേശീയ തലത്തിൽ ഒരു സംഘടനയില്ല, ഓരോരോ പ്രദേശങ്ങളിലാണ് സംഘടന ഉണ്ടായത്. അപ്പോൾ നമുക്ക് എന്താണ് തോന്നിയത്, ദേശീയ തലത്തിൽ ഒരു സംഘടന രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകത അവർക്ക് ആ സമയത്ത് ഒന്ന് തോന്നലുണ്ടായി. അതിനുശേഷമാണ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒക്കെ വരുന്നത് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ഇനി പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉദയം 1885 ഡിസംബർ 28 ബോംബെയിൽ തേജുപാൽ സംസ്കൃത കോളേജിലെ വിശാലമായ മുറി ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 72 പേർ ഒത്തുകൂടിയിരിക്കുന്നു. അവർ പല വേഷക്കാരും പല മതക്കാരും പല ഭാഷക്കാരുമായിരുന്നു. വ്യത്യസ്ത സംഘടനകളെ പ്രതിനിധീകരിച്ചെത്തിയ അവർ W.C. ബാനർജിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. A.O. ഹ്യൂം എന്ന മുൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഇത്തരം ഒരു യോഗം വിളിച്ചു കൂട്ടുവാൻ മുൻകൈയെടുത്തത്. ഈ യോഗത്തിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടു. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ഭാഗമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ രൂപീകരിക്കപ്പെട്ടു. എപ്പോഴാണ്? 1885 ഡിസംബർ 28. ഈ ഡേറ്റ് അടക്കം മാസം ഡേറ്റ് മൊത്തം നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. 28 ഉണ്ടല്ലോ ഇവിടെ, 1885 28 ഉണ്ട്. അതുപോലെ ഇപ്പുറം ആ 28 ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് എഴുതിയാൽ മതി. 28 ഉണ്ടല്ലോ, 1 2 8 5 അപ്പോ 28 ഉണ്ട്, 2 8 28. മനസ്സിലായോ? അപ്പൊ ഡിസംബറിലാണെന്ന് വിചാരിക്കുക. ഡിസംബർ ഏറ്റവും ലാസ്റ്റ് ആണ് ഡിസംബർ. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത്? 1885 ഡിസംബർ 28 ബോംബെയിൽ തേജുപാൽ സംസ്കൃത കോളേജ്. എവിടെയാണ് അവർ കൂടിയിരിക്കുന്നത്? ബോംബെയിലാണ്. ബോംബെയിലെ തേജുപാൽ അല്ലെ, തേജുപാൽ സംസ്കൃത കോളേജ്. ഓക്കെ, എത്ര പേരാണ്? 72 പേരാണ് ഒത്തുകൂടിയത്. 72 ആൾക്കാരാണ് ഒത്തുകൂടിയത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്ന് നോക്കുക. W.C. ബാനർജിയാണ് അധ്യക്ഷനായിട്ട് ഉണ്ടായത്. അധ്യക്ഷതയിൽ യോഗം ചേർന്നു അല്ലെ. അപ്പൊ അധ്യക്ഷൻ ആരായിരുന്നു ഉണ്ടായത്? അധ്യക്ഷൻ W.C. ബാനർജി.
WC ബാനർജി. ഓക്കെ, അപ്പൊ അധ്യക്ഷനാണ് WC ബാനർജി. അധ്യക്ഷൻ WC ബാനർജി. ഓക്കെ, അപ്പൊ ഈ അധ്യക്ഷൻ WC ബാനർജി ആണ് പറഞ്ഞു. നെക്സ്റ്റ് എന്താണ് പറഞ്ഞത്? AO ഹ്യൂം എന്ന മുൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഇത്തരം ഒരു യോഗം വിളിച്ചുകൂട്ടാൻ മുൻകൈയെടുത്തത്. ഓക്കെ, അപ്പൊ ഇതും കൂടെ ഒന്ന് ഓർക്കണം. AO ഹ്യൂം എന്ന വ്യക്തി. ഓക്കെ, രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. അധ്യക്ഷനാണ് WC ബാനർജി. അപ്പൊ അത് അധ്യക്ഷൻ എന്നുള്ളത് നമ്മൾ ഈ ഒരു ധാ എന്നുള്ളത് മേലോട്ടുള്ള ധാ ആണല്ലോ, അതുപോലെയാണ് W അല്ലെ, W എന്നുള്ള രീതിയിൽ ഒന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം കിട്ടും. WC ബാനർജിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. AO ഹ്യൂം എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് യോഗം വിളിച്ചുകൂട്ടാൻ മുൻകൈയെടുത്തത്. AO ഹ്യൂം. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഒരു ചെറിയൊരു കോട്ട് പറയുന്നുണ്ട്. ആദ്യ യോഗത്തിലെ പ്രസംഗത്തിൽ നിന്ന് ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. ഇത് ആരാണ് പറഞ്ഞത്? നമ്മുടെ അധ്യക്ഷൻ അല്ലെ, WC ബാനർജി ആണ് പറയുന്നത്. എന്താണ്? ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കരിക്കണം അല്ലെ, കുറെ കൂടി പരിഷ്കരിക്കേണ്ടതുണ്ടെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണം അല്ലെ, നമ്മളെ ബാൻ ചെയ്യാൻ പാടില്ല, നമ്മളെ കൂടി പങ്കാളികളാക്കണം അല്ലെ, നമ്മളെ ബാൻ ചെയ്യാൻ പാടില്ല, ബാനർജി ബാൻ ചെയ്യാൻ പാടില്ല, നമ്മളെ കൂടി പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. ആ ഒരു രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബാനർജിയും പങ്കാളിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ കണക്ട് ചെയ്ത് വെക്കുക, കാരണം ഒരുപാട് ഡയലോഗ്സ് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു പിക്ചർ ഒക്കെ തന്നിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ എത്ര പേര്? 72 പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എടുത്ത ഒരു പിക്കിന്റെ അല്ലെ, ഫോട്ടോയുടെ ഒരു എന്താണ് ഫോട്ടോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ് പറയുന്നത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കിടയിൽ സൗഹൃദ ബോധം വളർത്തുക, ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായിട്ട് ദേശീയ ബോധം വളർത്തുക, ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. അപ്പൊ 3 ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന് വായിച്ചു വിട്ടാൽ മതി. നെക്സ്റ്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തോടെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് സംഘടിത സ്വഭാവം കൈവന്നു അല്ലെ. ഇന്ത്യയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മൊത്തമായിട്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സംഘടിത, ഇന്ത്യക്കാരാണ് എന്നുള്ളൊരു ബോധം, സംഘടിത സ്വഭാവം കൈവന്നു. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന സംഘടിത പ്രക്ഷോഭങ്ങളെ ദേശീയ പ്രസ്ഥാനം എന്ന് വിളിക്കാം. ഓക്കെ, സമരരീതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ 3 ഘട്ടങ്ങളായിട്ടാണ് വിഭജിച്ചത്. മിതവാദ ദേശീയതയുടെ കാലഘട്ടം, തീവ്രവാദ ദേശീയതയുടെ കാലഘട്ടം, ഗാന്ധിയൻ കാലഘട്ടം. 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടം മിതവാദ ദേശീയതയുടേതായിരുന്നു. ഓക്കെ, അപ്പൊ എന്താണ്? 1885 മുതൽ 1905 വരെ ഈ ഒരു ഈ ഒരു ഡേറ്റ്, ഈ ഒരു വരയിലുള്ളത് ഒന്ന് ആലോചിച്ച് വയ്ക്കുക. 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടമാണ് മിതവാദ ദേശീയതയുടേത്. മിതവാദമാണ് നമ്മൾ ആദ്യം പറയുന്നത് കേട്ടോ. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവരായിരുന്നു, കാരണം അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ലഭിച്ച ആൾക്കാരായിരുന്നു. അവരിലെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരാണ് ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മെഹ്ത. ഇതിലെ ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥിരം ചോദിക്കുന്നതാണ്. അതുകൊണ്ട് 2 പേര് നോട്ട് ചെയ്ത് വെക്കുക. ദാദാഭായ് നവറോജിയും ഗോപാലകൃഷ്ണ ഗോഖലെയും. കൂടാതെ ഉണ്ട് ബദറുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മെഹ്ത. ബദറുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മെഹ്ത. പരാതികളുടെയും പ്രമേയങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും ലൂടെയുമാണ് എന്താണ് പൊതു ആവശ്യങ്ങൾ അവർ പറഞ്ഞിട്ടുള്ളത്. പരാതികൾ, പ്രമേയങ്ങൾ, പ്രതിഷേധങ്ങൾ. അപ്പൊ ഇത്ര ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളതായിരുന്നു അവര്. മീൻസ് അത് അത്ര ഒരു എന്താണ് സിമ്പിൾ. പരാതികൾ എഴുതി കൊടുക്കുക, പ്രമേയങ്ങൾ എഴുതി കൊടുക്കുക, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കില്ല, പെൻഡിങ്ങിൽ വെച്ചുകൊണ്ടേയിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആവശ്യങ്ങൾ ബ്രിട്ടീഷ് അധികാരികൾ വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല. ഇപ്പൊ നമ്മളൊരു കവറിലൊക്കെ എഴുതി വെക്കുന്ന, കൊടുക്കുന്ന, പരാതി കൊടുക്കുന്നതാണെങ്കിൽ എപ്പൊ അതിന് തീരുമാനമാവാനല്ലേ. അപ്പൊ അതുപോലെ തന്നെ അവര് പെൻഡിങ്ങിൽ വെച്ച് പിന്നെ ഇവർക്ക്, അതായത് നമ്മുടെ മിതവാദ ദേശീയതയുടെ ആൾക്കാർക്ക്, നേതാക്കൾക്ക് അവർ വിചാരിച്ച ഒരു കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ടുള്ള പോയിന്റ് ആണ് മിതവാദ ദേശീയതയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1885 മുതൽ 1905 വരെയാണ് അല്ലെ. 5 ഓക്കെ, കണക്ട് ചെയ്ത് വെക്കുക. 1885 മുതൽ 1905 വരെ. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ആൾക്കാരായിരുന്നു നേതാക്കളായിട്ടുണ്ടായിരുന്നത്. ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മെഹ്ത. ഓക്കെ, ഈ 4 പേര് ഒന്ന് ഓർത്ത് വയ്ക്കുക. പരാതി പരിഹാരം പോലുള്ള കാര്യങ്ങളിലൂടെയായിരുന്നു
ഇവരുടെ പ്രശ്നങ്ങളൊക്കെ, ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആണ് നമ്മുടെ മെയിൻ ആൾക്കാർ വരുന്നത്. ആരാണ്? തീവ്രവാദ ദേശീയതയുടെ ആൾക്കാർ അല്ലെ, അതാണ് സോറി, ഇത് നേരത്തുള്ളവരുടെ പേര് തന്നെയാണ് കേട്ടോ. അവരുടെ പിക്ചറാണ് തന്നിട്ടുള്ളത്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ, ബദറുദ്ദീൻ തൊയാബ്ജി, അതുപോലെ ഫിറോസ് ഷാ മെഹ്ത. ഓക്കെ, ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നവരാണ് ആരാണ്? തീവ്രവാദ ദേശീയതയിലുള്ള ആൾക്കാർ. തീവ്രവാദ ദേശീയത. അപ്പൊ അതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാം. ചോർച്ചാ സിദ്ധാന്തം എന്ന് പറയുന്നത് PSC ചോദിക്കുന്നതാണ്. ചോർച്ചാ സിദ്ധാന്തം. ഓക്കെ, ഈ ചോർച്ചാ സിദ്ധാന്തം എഴുതിയിട്ടുള്ളത് ആരാണ്? ദാദാഭായ് നവറോജി ആണ്. ദാദാഭായ് നവറോജി, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു എന്താണ് സിദ്ധാന്തമാണ് ചോർച്ചാ സിദ്ധാന്തം എന്ന് പറയുന്നത്. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ പരമാവധി ഇന്ത്യയെ ചൂഷണം ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം ഇതിലൂടെ പറയുന്നത്. ദാദാഭായ് നവറോജിയുടെ പ്രധാന സംഭാവനകളാണ് ചോർച്ചാ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് പലതരത്തിൽ ചോർത്തിക്കൊണ്ടുപോയിരുന്നു. എങ്ങനെയൊക്കെയായിട്ട്? ശമ്പളമായിട്ട്, സമ്മാനമായിട്ട്, നികുതിയായിട്ട്, ഇങ്ങനെ ഓരോരോ രീതിയിൽ ഇന്ത്യയുടെ എല്ലാ എന്താ പറയുക സമ്പത്തും ഇംഗ്ലണ്ടിലേക്ക് ചോർത്തിക്കൊണ്ട് പോയിരുന്നു ബ്രിട്ടീഷുകാര്. അപ്പൊ ഇതിനെയാണ് ചോർച്ചാ സിദ്ധാന്തം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിൽ എന്തുണ്ടായി? ഇവിടെ എന്താ സമ്പത്തില്ലാതെ ദാരിദ്ര്യത്തിലായി പോയി ഇന്ത്യക്കാര്. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം എന്ന് പറയുന്നത് ചോർച്ച അല്ലെ, ചോർച്ചയാണെന്ന്. ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും സമ്പത്തൊക്കെ ബ്രിട്ടീഷിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു ചോർച്ച പോലെയാണ് അദ്ദേഹം കണക്കാക്കിയിട്ടുള്ളത്. ഈ ചോർച്ചയാണ് ഇന്ത്യയുടെ ദാരിദ്ര്യത്തിന്റെ പ്രധാന കാരണമെന്ന് ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ചു. ഓക്കെ, അത്ര മാത്രമേ ഉള്ളൂ. എന്താണ് ഓർക്കേണ്ടത്? ചോർച്ചാ സിദ്ധാന്തം ആരുടെ സിദ്ധാന്തമാണ്? ദാദാഭായ് നവറോജി. അപ്പൊ ഈ ചോർച്ച എന്നൊക്കെ പറയുന്നത് നമ്മൾ എന്താണ് പറയുക? ചോറൊക്കെ താത്ത എന്നൊക്കെ പറയാറില്ലേ? ചോർച്ച, ചോറ്, ചോറൊക്കെ താത്ത എന്ന് പറയുന്ന പോലെ ചോർച്ച ധാധ എന്നുള്ള രീതിയിൽ ഒന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. ആ സമയം നമുക്ക് ഇത് കണക്ഷൻ പെട്ടെന്ന് കിട്ടും. ഈ ചോർച്ചാ സിദ്ധാന്തം എന്ന് പറയുന്നത് ദാദാഭായ് നവറോജിയുടെ ഒരു സിദ്ധാന്തമാണ്. ആ സിദ്ധാന്തം എഴുതിയിട്ടുള്ളത് മറ്റൊരു വ്യക്തിയുടെ ബുക്കിലാണ് കേട്ടോ, പുസ്തകത്തിലാണ് കേട്ടോ. നമുക്ക് അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതൊരു പുസ്തകമല്ല. ചോർച്ചാ സിദ്ധാന്തം എന്ന് പറയുന്നത് ഒരു സിദ്ധാന്തം മാത്രം. ദാദാഭായ് നവറോജിയുടെ ഒരു സിദ്ധാന്തം, അത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ബംഗാൾ വിഭജനം. ബംഗാൾ കേന്ദ്രമാക്കിയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത്. വിവിധ ജനവിഭാഗങ്ങളിൽ പെടുന്ന ഇവിടുത്തെ ജനങ്ങൾ സഹോദരന്മാരെ പോലെയാണ് കഴിഞ്ഞിരുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നയങ്ങളെ എതിർക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും. അപ്പൊ ഇത് ബംഗാളുമായിട്ട് ബന്ധപ്പെട്ട, ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട ഒരു ഡയലോഗാണ്. 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെ ബംഗാളിൽ നിന്നിരുന്ന ജനതയുടെ ഐക്യത്തെക്കുറിച്ച് ഇപ്രകാരം നിരീക്ഷിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഉയർന്നു വന്ന ശക്തിയായാണ് ബംഗാളിനെ അധികാരികൾ കണ്ടത്. ഈ സാഹചര്യത്തിൽ വൈസ്രോയി കഴ്സൺ പ്രഭു 1905 ബംഗാളിനെ രണ്ടായി വിഭജിച്ചു. ആ ഡയലോഗ് നിങ്ങൾ ഒന്നും കൂടി പഠിക്കുക. ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ് അല്ലെ. അപ്പൊ ശക്തിയാണ്. നമ്മുടെ ഈ റിസ്ലെ എന്നൊക്കെ പറയുമ്പോൾ, ഇവിടെ പേര് റിസ്ലെ അല്ലെ, റിസ്ലെ എന്നൊക്കെ പറയുമ്പോൾ റിലേ ആയിട്ട് എടുക്കാമല്ലോ. ഈ റിലേ ഓട്ടം ഒക്കെ ഇല്ല, റിലേ. അപ്പൊ ഈ റിലേ ഒക്കെ ചെയ്യണമെങ്കിൽ നല്ല ശക്തി വേണമെന്നുള്ള രീതിയിലൊന്ന് ആലോചിച്ചാൽ മതി. ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. അപ്പൊ ഈ വിഭജനം എന്ന് പറയുമ്പോൾ ഞാൻ കണക്കാക്കിയിട്ടുള്ളത് ഈ റിലേക്കൊക്കെ നിൽക്കുന്ന സമയത്ത് ആദ്യം ഒരു റൗണ്ട് ഒരാള്, പിന്നെ ഒരു റൗണ്ട് മറ്റൊരാള്, അങ്ങനെ ആ രീതിയിലല്ലേ നമ്മൾ ഓടുക. അപ്പൊ ഒരു വിഭജനമാണെന്നുള്ള രീതിയിൽ ചുമ്മാ ഒന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിലേയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. റിലേ റിസ്ലെ. ഓക്കെ, ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരാണ്, അവരുടെ കരുത്ത് ചോർന്നു പോകും. ചുമ്മാ ഒന്ന് ഏതെങ്കിലും കണക്ഷൻ വെച്ചിട്ട് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ, കാരണം ഇതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, റിസ്ലെ. പിന്നെ എന്താണ് പറഞ്ഞത്? ബംഗാൾ വിഭജനം നടന്ന വർഷം 1905 ആണ്. ആരാണ്? കഴ്സൺ പ്രഭുവാണ്. കഴ്സൺ പ്രഭു ബംഗാളിനെ രണ്ടായിട്ട് വിഭജിച്ചു. ആര്? കഴ്സൺ പ്രഭു 1905. ഓക്കെ, അപ്പൊ നെക്സ്റ്റിലേക്ക് പോവാം. ഈ ബംഗാൾ വിഭജനത്തിന്റെ കഴ്സൺ എന്നുള്ള പേരും 1905 എന്ന വർഷവും നിങ്ങൾ ഓർത്ത് വയ്ക്കണം. ഓക്കെ, ഈ ബംഗാൾ വിഭജനം എന്താണ് പറഞ്ഞത്? 1905 അല്ലേ?
അതുപോലെ കൾസൺ പ്രഭുവാണ്. അപ്പൊ ഞാൻ കണക്ട് ചെയ്യുന്ന ചെറിയൊരു കണക്ഷൻ തരാം. ഈ കഴുത്തൊക്കെ കൾസൺ എന്ന് പറയുമ്പോൾ നമുക്ക് കഴുത്ത് എന്നുള്ള രീതിയിൽ ആലോചിച്ചു, നമ്മുടെ കഴുത്ത്, കഴുത്ത്. അപ്പൊ ഈ കഴുത്ത് അഞ്ജുവിന്റെ കഴുത്താണെന്നുള്ള രീതിയിൽ ഒന്ന് ആലോചിക്കുക കേട്ടോ. അഞ്ചുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് അറിയുന്നവരാണെങ്കിൽ ജസ്റ്റ് വിട്ട് കളാട്ടോ, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അഞ്ജുവിന്റെ കഴുത്ത് എന്നുള്ള രീതിയിൽ കൾസൺ പ്രഭുവായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവാം. ദേശീയ പത്രങ്ങളും കവികളും സാമൂഹിക പ്രവർത്തകരും ബംഗാൾ വിഭജനത്തെ എതിർത്തു. മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ബംഗാൾ വിഭജനത്തിനെതിരെ ദേശീയ നിലപാട് എങ്ങനെ വ്യക്തമാക്കി? എങ്ങനെ? പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ട് അറകളാണ്, അല്ലെ? അറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ടമാക്കുന്നതിനുമായ രണ്ട് അറകളാണിത്. ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചുടുരക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത്. ആ ബംഗാളികൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ബംഗാൾ വിഭജനമാണെന്ന് മനസ്സിലാവും, അല്ലെ? ഓക്കെ, പിന്നെ ഇത് പറഞ്ഞ വ്യക്തി രവീന്ദ്രനാഥ ടാഗോർ ആണ്. അദ്ദേഹത്തിന്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് പറയാ? ഗംഗയുടെയും ബ്രഹ്മപുത്രയെയും ആശ്ലേഷിക്കുന്നതും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അല്ലെ? ഗംഗ. അപ്പൊ ഈ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാഗോറിന്റെ ഗാവുമായിട്ടൊന്ന് കണക്ട് ചെയ്തൂടെ? ഗംഗ, ബ്രഹ്മപുത്ര. പിന്നെ ആ ഒരു രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് ഗാ ഉണ്ട്, ഇവിടെ ഒരു ഗാ ഉണ്ട്, ഒരു ടാ തിരിച്ചിട്ട ഗാ എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ നമുക്കിത് പറഞ്ഞത് ടാഗോർ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ബംഗാൾ വിഭജനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പോസ്റ്റ് തയ്യാറാക്കും. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് ബംഗാൾ ജ്വലിക്കുന്ന വിഭജനത്തിനെതിരായ സമരം ബംഗാളിനെ ഇളക്കിമറിച്ചു. ഏതെല്ലാം രീതിയിലാണെന്നാണ് പറയുന്നത്? പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു, വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഉപരോധിച്ചു, വിദേശ വസ്ത്രങ്ങൾ തീയിട്ട് നശിപ്പിച്ചു, സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിന് പ്രേരിപ്പിച്ചു, ഇംഗ്ലീഷുകാർക്കെതിരെ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ബംഗാൾ വിഭജനത്തിനെതിരെ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിലൊരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്, പഞ്ചസാരയ്ക്കും വിലക്ക്. എന്താണ്? സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, വിദേശി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നത് ബംഗാൾ വിഭജന ജനവിരുദ്ധ സമരത്തിന്റെ പ്രധാന മുദ്രാവാക്യമായിരുന്നു. ഓക്കെ, അപ്പൊ ഇപ്രകാരം വിദേശ നിർമ്മിത പഞ്ചസാരയിട്ട ചായ നൽകി വിരുന്നുകാരെ സൽക്കരിക്കുന്ന വിവാഹങ്ങൾ ബഹിഷ്കരിക്കാൻ പോലും ആഹ്വാനമുണ്ടായിരുന്നു. പഞ്ചസാരയ്ക്ക് പകരം അവർ എന്തായിരുന്നു ഉപയോഗിച്ചത്? ശർക്കര, അല്ലെ? ശർക്കരയായിരുന്നു ദേശീയവാദികൾ പ്രോത്സാഹിപ്പിച്ചത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഓരോരോ എന്താ പറയുക പ്രതിഷേധങ്ങളൊക്കെ ആ സമയത്ത് ബംഗാൾ വിഭജന സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, സമരത്തിന്റെ തീക്ഷ്ണത മനസ്സിലാക്കിയ ഗവൺമെന്റിന് ബംഗാൾ വിഭജന തീരുമാനം പിന്നീട് എന്ത് വന്നു? പിൻവലിക്കേണ്ടി വന്നു. ഈ പഞ്ചസാരയും കാര്യങ്ങളും ഈ ബ്രിട്ടീഷുകാരുടെ സാധനങ്ങളൊന്നും ആരും ഇന്ത്യക്കാരെ വാങ്ങിയില്ല എങ്കിൽ അവർക്ക് എന്താണ്? അവർക്ക് ഇവിടെ കാര്യം ഉണ്ടാവില്ല, നഷ്ടമായിരിക്കും, അല്ലേ? അതുകൊണ്ട് അവസാനം അവർ പിൻവലിക്കേണ്ടി വന്നു. നെക്സ്റ്റ്, സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശം. ബംഗാൾ വിഭജനവും തുടർന്നുണ്ടായ സമരങ്ങളും ദേശീയ പ്രസ്ഥാനത്തെ പുതിയൊരു ഘട്ടത്തിലേക്ക് നയിച്ചു. ഈ കാലഘട്ടം തീവ്ര ദേശീയതയുടെ കാലഘട്ടം എന്നറിയപ്പെട്ടു. ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ് എന്നിവരായിരുന്നു ഇതിന്റെ പ്രധാന നേതാക്കൾ. ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. തീവ്രദേശീയവാദികളായ ഇവരുടെ പ്രവർത്തനങ്ങൾ ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയും ജനതയെ പ്രചോദിപ്പിക്കുകയും ചെയ്തു. ബാലഗംഗാധര തിലക് തീവ്രദേശീയതയുടെ മുഖ്യ വക്താവായിരുന്നു. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം ആരംഭിച്ച രണ്ട് പത്രങ്ങളാണ് മറാത്തയും അതുപോലെ കേസരിയും. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് തിലകിന്റെ പ്രസിദ്ധമായ പ്രഖ്യാപനമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞത്? തീവ്രദേശീയ കാലഘട്ടമാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? മിതവാദ കാലഘട്ടം, അല്ലെ? മിതവാദ ദേശീയ കാലഘട്ടം പറഞ്ഞു. നെക്സ്റ്റ്, തീവ്രദേശീയ കാലഘട്ടത്തിലെ 3 വ്യക്തികളെയാണ് പറയുന്നത്. ലാൽ പാൽ ബാൽ, അല്ലെ? ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട്. എന്താണ് പൂർണ്ണ പേര്? ബിപിൻ ചന്ദ്രപാല്, ലാലാ ലജ്പത് റായ്, അതുപോലെ ബാലഗംഗാധര തിലക്. ഓക്കെ, 3 പേരാണ്. ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്. അതാണ് ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട്. ബംഗാൾ വിഭജനത്തിന് തുടർന്നുണ്ടായ സമരങ്ങളും ദേശീയ പ്രസ്ഥാനങ്ങളും, അല്ലെ, അതോടുകൂടിയാണ് ഇവർ മുന്നോട്ട് വന്നത്. എന്താ? തീവ്രദേശീയത കാലഘട്ടം സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഓക്കെ,
ഈ 3 പേരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ബാലഗംഗാധര തിലകാണ്. അദ്ദേഹം ലോകമാന്യ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഞാനിത് ആലോചിച്ചിട്ടുള്ളത്, നമ്മുടെ തിലക് എന്ന് പറയുമ്പോൾ എനിക്ക് തിലകൻ ഓർമ്മ, സിനിമാ നടൻ തിലകനില്ലേ, അപ്പൊ ആ തിലകൻ ലോകത്തെ എല്ലാവരും അറിയപ്പെടുന്ന വ്യക്തിയാണെന്നുള്ള രീതിയിൽ ലോകമാന്യ എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ, ലോകമാന്യ. അപ്പോൾ ഈ തിലകന്റെ മെയിൻ ആയിട്ടുള്ള 2 പത്രങ്ങളാണ് മറാത്തയും കേസരിയും. മറാത്ത ഇംഗ്ലീഷിലും കേസരി മറാത്ത ഭാഷയിലുമാണ് എഴുതിയിട്ടുള്ളത്. അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കണം, മാറരുത്. മറാത്ത എന്ന് കേൾക്കുമ്പോൾ നമ്മൾ നേരെ പോയിട്ട് മറാത്തയിലേക്ക് കുത്തും, അല്ല. മറാത്ത എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് കേസരി. കേസരി എന്ന് പറയുന്നത് മറാത്ത ഭാഷയിൽ. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കണം. നെക്സ്റ്റ് എന്താണ്? സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും അല്ലെ. അപ്പൊ സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്. ജന്മ അല്ലെ, ജനിക്കുന്നതൊക്കെ ഒരു ബാലനാണ്. എന്താണ്? ബാലഗംഗാധര തിലക് ജനിക്കുന്നത് ബാലനാണ്. ബാലഗംഗാധര തിലക് എന്ന രീതിയിൽ ഒന്ന് ആലോചിച്ച് വയ്ക്കുക കേട്ടോ. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും പറഞ്ഞതാരാണ്? ജനിക്കുന്നത് ബാലനായോണ്ട് ബാലഗംഗാധര തിലകാണ് പറഞ്ഞതെന്ന് കൂടി ആലോചിക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റിലേക്ക് പോവാം. ഇവിടെ ഓരോ പട്ടികയൊക്കെ തന്നിട്ടുണ്ട്. മിതവാദി നേതാക്കളുടെ പേര്, നമ്മൾ നേരത്തെ പറഞ്ഞ 4 ആൾക്കാരുടെ പേര് അല്ലേ. നെക്സ്റ്റ് തീവ്രവാദി നേതാക്കളുടെ പേര്. മിതവാദി നേതാക്കളുടെ പേരൊക്കെ എന്താ പറഞ്ഞത്? ദാദാഭായ് നവറോജി പറഞ്ഞിട്ടുണ്ട്, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ ദിയാബ്ജി, ഫിറോസ് ഷാ മെഹ്ത. നെക്സ്റ്റ് ഇതെന്താ? തീവ്ര ദേശീയ നേതാക്കൾ 3 പേരാണ്. ബാലഗംഗാധര തിലക്, പിന്നെ എന്താണ്? ലാലാ ലജ്പത് റായ്, പിന്നെ ബിപിൻ ചന്ദ്ര പാൽ. ഓക്കെ, അപ്പോ താരതമ്യം ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് സർവേന്ത്യ മുസ്ലിം ലീഗ്. സർവേന്ത്യ മുസ്ലിം ലീഗ് ബംഗാൾ വിഭജന വിരുദ്ധ സമര കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ടത്. 1906 ധാക്കയിൽ വെച്ച് അല്ലെ, ധാക്കയിൽ വെച്ചാണ് ആഘഖാനും നവാബ് സലീം ഉള്ള ഖാനും ചേർന്നാണ് ഈ സംഘടന രൂപീകരിച്ചത്. അപ്പൊ എന്താണ്? മുസ്ലിം ലീഗ് ആണ് പറയുന്നത്. മുസ്ലിം ലീഗ് എപ്പോഴാണ്? 1906. വർഷം ഇമ്പോർട്ടന്റ് ആണ്, വർഷം ചോദിക്കാറുണ്ട്, കണക്ട് ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. 1906 ധാക്കയിൽ വെച്ചാണ് രൂപം കൊണ്ടത്. ധാക്ക, മുസ്ലിം ലീഗ് ധാക്ക. ധാക്ക എവിടെയാണ്? ബംഗ്ലാദേശിലാണ് ധാക്ക വരുന്നത്. ഇപ്പോഴത്തെ ബംഗ്ലാദേശിൽ. ഓക്കെ, ധാക്കയിൽ വെച്ചാണ്. നെക്സ്റ്റ് എന്താണ്? ആഘഖാനും നവാബ് സലീം ഉള്ള ഖാൻ രണ്ടാളും ചേർന്നിട്ടാണ് സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത്. അപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ആ വർഷം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, 1906. പിന്നെ ധാക്കയിൽ വെച്ചാണെന്നും കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. നെക്സ്റ്റ് സൂറത്ത് പിളർപ്പാണ് പറയുന്നത്. സൂറത്ത് പിളർപ്പ് ബംഗാൾ വിഭജന വിരുദ്ധ സമരങ്ങളുമായി ബന്ധപ്പെട്ട് ദേശീയ പ്രക്ഷോഭം ശക്തിപ്പെട്ടു. ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. 1907 കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനം സൂറത്തിലാണ് നടന്നത്. സമ്മേളനത്തിൽ കോൺഗ്രസ് പിളരുകയും ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി ദുർബലപ്പെടുകയും ചെയ്തു. ബംഗാൾ വിഭജന വിരുദ്ധ സമരങ്ങളുമായി ബന്ധപ്പെട്ട് ദേശീയ പ്രക്ഷോഭം ശക്തിപ്പെട്ടു. ഈ കാലഘട്ടത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് മതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. 1907 കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനം സൂറത്തിൽ വെച്ച് നടന്നു. സമ്മേളനത്തിൽ കോൺഗ്രസ് പിളർക്കുകയും ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിലയ്ക്കുകയും ചെയ്തു. അപ്പോൾ 1907 സൂറത്ത് പിളർപ്പ്. വർഷം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സൂറത്ത് പിളർപ്പ് പറഞ്ഞാൽ നമ്മുടെ കോൺഗ്രസ്സുകാർ കോൺഗ്രസ് രണ്ടായിട്ട് പിളർന്നത്. ഓക്കെ, ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ. ഒന്നാം ലോക യുദ്ധാനന്തരം ഇന്ത്യക്ക് സ്വയം ഭരണം നൽകും എന്ന പ്രതീക്ഷയിൽ കോൺഗ്രസ് യുദ്ധത്തിൽ ബ്രിട്ടനെ പിന്തുണച്ചു. ഈ സമയത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സജീവമാക്കി നിലനിർത്തിയിരുന്നത് ബാലഗംഗാധര തിലകും ആനി ബസന്റുമായിരുന്നു. ഓക്കെ, ആനി ബസന്റിന്റെ പിക്കാണ്, ഫോട്ടോ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടരായിട്ടുള്ള നമ്മുടെ ആനി ബസന്റ് 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിതയാണ്. ശരിക്കും ഐറിഷ് വനിതയാണ്, പക്ഷെ ഇന്ത്യൻ സംസ്കാരത്തിൽ ഒരു താല്പര്യം തോന്നിയിട്ടാണ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത്. അതിനുശേഷം 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. അപ്പൊ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1916 ആണ്.
ഹോമിലൊക്കെ 6 മണിയാകുമ്പോൾ കയറണം എന്ന് ആലോചിച്ചാൽ മതി. ഹോം വീട്ടിലൊക്കെ 6 മണി, വൈകുന്നേരം 6 മണിയാകുമ്പോൾ കയറണം എന്നുള്ള രീതിയിൽ ഒന്ന് ആലോചിക്കുക. ഹോം റൂള് പ്രസ്ഥാനം 1916. ഓക്കെ, ഇതും കൂടെ ഒന്ന് ആലോചിക്കുക. 1893 ഇന്ത്യൻ പൗരത്വം കിട്ടിയത്. ആർക്ക്? ആനി ബസന്തിന് ഇന്ത്യൻ പൗരത്വം കിട്ടിയത് 1893. ഓക്കെ, അപ്പൊ ആനി ബസന്റ് ആണല്ലേ. അപ്പൊ ആനി ബസന്റ് 3 അക്ഷരമാണ്, ബസന്റ്. ആ രീതിയിലൊന്ന് 3ആയിട്ട് കണക്ട് ചെയ്യുക കേട്ടോ. ആ ഒരു രീതിയിൽ കണക്ട് ചെയ്യുക. ആനി ബസന്റ് എന്താണ് പറയുന്നത്? 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചു. ഹോം റൂൾ പ്രസ്ഥാനം എപ്പോഴാണ്? 1916 അല്ലെ. ഹോമിൽ 6 മണിയാകുമ്പോൾ കയറണം. 6 മണി അല്ലെ. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. നെക്സ്റ്റ് പറയുന്നത് ലക്നൗ സന്ധിയാണ്. ലക്നൗ സന്ധി ഹോം റൂൾ പ്രസ്ഥാനം സജീവമായി നിൽക്കുന്ന സമയത്താണ് 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്നൗ സമ്മേളനം നടന്നത്. സൂറത്ത് സമ്മേളനത്തിൽ വഴിപിരിഞ്ഞു പോയ മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചു പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂറത്ത് പിളർപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൂറത്ത് പിളർപ്പ് 1907. അപ്പൊ ഈ സൂറത്ത് പിളർപ്പിലൂടെ കോൺഗ്രസ് 2ആയി പിരിഞ്ഞു അല്ലെ. മിതവാദികളും ദേശീയവാദികളും 2ആയി പിരിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് വീണ്ടും ഒന്നിച്ചു വന്ന ഒരു സമ്മേളനമാണ് ലക്നൗ അല്ലെ. ലക്നൗ സമ്മേളനം എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും വേർപിരിഞ്ഞു പോയ 2 പേര് വീണ്ടും ലവ് ചെയ്ത് ലക്നൗ ഒന്നിച്ച് ചേർന്നതിന്റെ രീതിയിലൊന്നും ആലോചിക്കുക കേട്ടോ. വേർപിരിഞ്ഞു പോയ മിതവാദികളും തീവ്രദേശീയവാദികളും വീണ്ടും ലവ് ചെയ്ത് ലക്നൗവായിട്ട് കണക്ട് ചെയ്യുക, ഒന്നിച്ച് ചേർന്നതിന്റെ രീതിയിലൊന്ന് ആലോചിക്കുക. അപ്പൊ ലക്നൗ സമ്മേളനവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നീട് എന്താണ്? സർവേന്ത്യ മുസ്ലിം ലീഗുമായി സഹകരിച്ചു ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ നടപ്പാക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഇവിടുത്തെ പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് ലക്നൗ സന്ധി എന്ന് പറയുന്നത് അതിലൂടെ 1916 നടന്നിട്ടുള്ളത്. ലക്നൗ സമ്മേളനത്തിലൂടെ എന്ത് നടന്നു? മിതവാദികളും തീവ്രദേശീയവാദികളും ഒന്നിച്ചു. ഇന്ത്യൻ ദേശീയ പ്രക്ഷോഭത്തിന്റെ സെമിനാർ തരം. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് പോയിന്റ് വായിക്കാം. സംഗ്രഹമാണ് പറയുന്നത്. ഈ പാഠത്തിൽ എന്തൊക്കെയാണ് നമ്മളൊന്ന് ഓവറോൾ ആയിട്ട് നോക്കുകയാണ്. ഇന്ത്യയിൽ ധാരാളം സാമൂഹിക അനാചാരങ്ങൾ നിലനിന്നിരുന്നു. രാജാറാം മോഹൻ റോയ്, ദയാനന്ദ സരസ്വതി, ജ്യോതിറാവ് ഫൂലെ, പണ്ഡിത രമാബായി, സർ സയ്യിദ് അഹമ്മദ് ഖാൻ, സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയവരൊക്കെ നവോത്ഥാന നായകന്മാരായിരുന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമാണ് ഇന്ത്യ ദേശീയത വളർന്നു വന്നത്. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ബ്രിട്ടീഷുകാർ ചെയ്തതാണ് ബംഗാൾ വിഭജനം. ഹോം റൂൾ പ്രസ്ഥാനം ദേശീയ പ്രസ്ഥാനത്തിന് ഉണർവേകി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാഠത്തിൽ പറഞ്ഞ പോയിന്റ്സ് മാത്രം ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേൾക്കാൻ മനസ്സിലാക്കാം കേട്ടോ. ഇന്ത്യ പൊതുയുഗത്തിലേക്ക് എന്ന് പറഞ്ഞ പാഠമാണ് നമ്മൾ നോക്കുന്നത്. രാജാറാം മോഹൻ റോയിയാണ് ആദ്യം പറഞ്ഞത്. സതി, ശൈശവ വിവാഹം എന്നിവ എതിർത്തു. സതി നിരോധിച്ചത് ആരാണ്? വില്യം ബെന്റിക് പ്രഭുവാണ്. ബെൻഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞല്ലേ, സതിയൊക്കെ ദുരാചാരമാണ്, അങ്ങനെ ചെയ്താൽ നമ്മൾ ബെൻഡ് ചെയ്ത് അടിക്കുന്നൊക്കെ പറഞ്ഞല്ലേ. ബെന്റിക് പ്രഭു അല്ലെങ്കിൽ ബെൽറ്റ് വെച്ച് അടിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ആയിരിക്കട്ടോ. ബെന്റിക് പ്രഭു ബ്രഹ്മമുഹൂർത്തത്തിലെ എണീക്കുന്ന ആളാണ് രാജാറാം. ഓക്കെ, അത് പറഞ്ഞിട്ടുണ്ട്. സംഘടനയാണ്. എല്ലാ മതവും ഒന്നാണ്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാരുടെ ഇടയിലുള്ള അനൈക്യത്തിന് കാരണം, ഉറവിടം എന്നൊക്കെ പറഞ്ഞു. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് രണ്ടാമത്തെ വ്യക്തി സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ജാതി വ്യവസ്ഥ, വിഗ്രഹാരാധന എന്നിവയെ എതിർത്തു. ആര്യ സമാജം അല്ലെ. ആര്യ നല്ല ദയയുള്ള ആര്യയാണോ എന്നൊക്കെ പറഞ്ഞു. സിനിമാ നടൻ ആര്യ സമാജം. വേദങ്ങളിലേക്ക് മടങ്ങുക അല്ലെ. വേദമൊക്കെ ഉണ്ടാവുന്നത് സ്വാമിമാരുടെ കയ്യിലാണ്. ഈ വേദങ്ങളൊക്കെ വായിച്ച വ്യക്തിയാണ്, കുറച്ച് ദയൊക്കെ ഉള്ള വ്യക്തിയാണെന്നുള്ള രീതിയിൽ ഒന്ന് ആലോചിക്കുക. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തു പറഞ്ഞു. മൂന്നാമത്തെ വ്യക്തി ജ്യോതിറാവ് ഫൂലെയാണ്. വിധവകളുടെ വിവാഹം, 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം പറഞ്ഞു. നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം. അധസ്ഥിത വിഭാഗത്തിന് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം, വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം സത്യശോധക സമാജം. ഈ ജ്യോതിയൊക്കെ ഭയങ്കര സത്യം മാത്രമേ പറയൂ. അല്ലെങ്കിൽ നമ്മുടെ ജ്യോതികക്കില്ലേ, സിനിമാ നടി ജ്യോതിക, സൂര്യന്റെ വൈഫ്. അപ്പോൾ അവര് സ്ത്രീയാണ്, അതുപോലെ അവര് സത്യം മാത്രമേ പറയുന്നില്ല രീതിയിലൊന്ന് കണക്ട് ചെയ്ത് വെക്കൂട്ടോ. അല്ലെങ്കിൽ എന്താണ് പറയാ, നമ്മൾ ശോധകമായിട്ട് പറഞ്ഞല്ലേ. ജ്യോതിറാവ് ഫൂലെ പൂവാണ്. പൂവ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ശോകമായിട്ട് വീഴുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണക്ട് ചെയ്ത് വെക്കുക.
നെക്സ്റ്റ് നാലാമത്തെ വ്യക്തിയാണ് പണ്ഡിത രമാബായി. ആദ്യ മഹിളാ സഭയാണ്. മഹിള വരുമ്പോൾ പെണ്ണാണ്. ഓക്കെ, മഹിളാ സഭ വിധവകൾക്കും സ്ത്രീകൾക്കും വിധവകളുടെ ഉന്നമനത്തിനും അതുപോലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും ഒക്കെ വേണ്ടിയിട്ട് പ്രവർത്തിച്ചു. നമ്മുടെ 1 2 അഞ്ചാമത്തെ വ്യക്തി സർ സെയ്ദ് അഹമ്മദ് ഖാനാണ്. മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചു. മുഹമ്മദ് ആംഗ്ലോ ഓറിയന്റഡ് കോളേജ് സ്ഥാപിച്ചു. അതിനുശേഷം അത് എന്തായി അലിഗഡ് മുസ്ലിം സർവകലാശാലയായിട്ട് മാറി. ഹിന്ദു മുസ്ലിം ഐക്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡയലോഗൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. സ്വാമി വിവേകാനന്ദനാണ് നെക്സ്റ്റ് പറഞ്ഞത്. വിശ്വസാഹോദര്യത്തിന് ഊന്നൽ നൽകി, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ ഊന്നൽ നൽകി. അദ്ദേഹത്തിന്റെ ഗുരു ശ്രീ രാമകൃഷ്ണ പരമഹംസയാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസയുടെ ആശയങ്ങളൊക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദനാണ് സ്ഥാപിച്ചത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പറഞ്ഞത്? ഇന്ത്യക്കാരെല്ലാം കൂടിയിട്ട് ഐക്യബോധത്തോടു കൂടി അല്ലെ ഇന്ത്യൻ ദേശീയത ഉയർന്നു വന്നു അല്ലെ. ഇന്ത്യക്കാരുടെ ഒരു ഐക്യം, അതിൻ്റെ ആണ് ഇന്ത്യൻ ദേശീയത എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇന്ത്യയെ കണ്ടെത്തൽ എന്നുള്ള ഒരു ബുക്ക് എഴുതിയതാരാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ്. ഇന്ത്യയെ കണ്ടെത്തൽ ജവഹർലാൽ നെഹ്റു. മറക്കരുത്, ഇന്ത്യയെ കണ്ടെത്തൽ ജവഹർലാൽ നെഹ്റു. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 രൂപം കൊണ്ടത്. ഡിസംബർ 28 1885. അപ്പൊ 2-8 ഉണ്ട്, 2-8 എന്നുള്ള രീതിയിൽ നമുക്ക് 28 കണക്ട് ചെയ്യാൻ പറ്റും. ഡിസംബർ ആണെന്നും കൂടി ആലോചിക്കാം. ബോംബെയിലാണ് നടന്നത് ആദ്യത്തെ സമ്മേളനം. തേജുപാൽ സംസ്കൃത കോളേജ് അല്ലെ, തേജുപാൽ. അപ്പോൾ ഈ ആദ്യത്തെ സമ്മേളനമാണ് INCയുടെ. അപ്പോൾ ഒരു പാലൊക്കെ കൊടുത്തിട്ടാണ് എല്ലാവർക്കും ഒരു ഇത് കൊടുക്കണ്ടേ, എന്തെങ്കിലും ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കണ്ടേ. അപ്പൊ പാലൊക്കെ കൊടുത്തിട്ടാണ് ഫംഗ്ഷനൊക്കെ നടക്കുന്നത്, INC സമ്മേളനം നടക്കുന്നത് എന്നുള്ള രീതിയിൽ തേജുപാലുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം കേട്ടോ. തേജുപാൽ സംസ്കൃത കോളേജ് എവിടെയാണ്? ബോംബെ. 72 ആൾക്കാരുണ്ടായിരുന്നു. അത് ഒന്ന് ഓർക്കുക, 72. ഈ INC നമ്മൾ ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ ഈ INCന്റെ I നമുക്ക് 7 ആയിട്ട് എടുക്കാം. ഈ N ഉള്ളത് തിരിച്ചിട്ടാൽ 2 ആയിട്ട് എടുക്കാം അല്ലെ. അപ്പോൾ 72 ആൾക്കാരാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാരണം നമുക്ക് ഒരുപാട് സമ്മേളനങ്ങളും അതിൽ അംഗങ്ങളും എത്രയുണ്ട് എന്നൊക്കെ പഠിക്കാനുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ എല്ലാം മാറിപ്പോകാൻ സാധ്യതയുള്ളതാണ്, നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് INCയുടെ കാര്യം നമുക്ക് INCയിൽ തന്നെ വെച്ച് പഠിക്കുക. INC I 7 ആയിട്ട് എടുക്കുക. N ഉള്ളത് തിരിച്ചിട്ടാൽ 2 ആയിട്ട് കിട്ടും. 72. ഓക്കെ, 72 ആയിട്ട് കൃത്യമായിട്ട് ഓർക്കുക കേട്ടോ, മറക്കരുത്, മാറിപ്പോകരുത് കേട്ടോ. നെക്സ്റ്റ് അധ്യക്ഷനാണ്. ആദ്യത്തെ അധ്യക്ഷൻ WC ബാനർജി. അധ്യക്ഷൻ അല്ലെ, ദാ നമ്മൾ W ആയിട്ടാണ് മലയാളത്തിലെ ധ എന്നുള്ളത് W പോലെയല്ലേ. അപ്പൊ WC ബാനർജി ആണ് അധ്യക്ഷൻ എന്നുള്ള കാര്യം ഒന്നും മറക്കാതെ വയ്ക്കുക. നെക്സ്റ്റ് ദേശീയ പ്രസ്ഥാനങ്ങൾ 3 ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. മിതവാദ ദേശീയത, തീവ്രവാദ ദേശീയത, ഗാന്ധിയൻ ദേശീയത അല്ലെ. അപ്പൊ അത് മിതവാദം 1785 മുതൽ, അതായത് നമ്മുടെ INC സ്റ്റാർട്ട് ചെയ്യുന്നത്, INC തുടങ്ങിയത് എപ്പോഴാണ്? 1785 ആ 85 മുതൽ 1905 വരെ ഏകദേശം 20 വർഷക്കാലം അല്ലെ. അപ്പൊ അത്രയും കാലമാണ് എന്താണ് മിതവാദ ദേശീയത ഉണ്ടായിരുന്നത്. ഇംഗ്ലീഷൊക്കെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവരൊക്കെ പരാതിയിലൂടെയും പ്രമേയത്തിലൂടെയൊക്കെ ആയിരുന്നു അവരുടെ പരാതികൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ബ്രിട്ടീഷുകാർ മൈൻഡാക്കി പോലും ചെയ്തില്ല. ആരൊക്കെയാണ്? ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ ദിയാബ്ജി, ഫിറോസ് ഷാ മെഹ്ത. നെക്സ്റ്റ് ചോർച്ച സിദ്ധാന്തമാണ് പറയുന്നത്. ആരാണ് ചോർച്ച സിദ്ധാന്തം? ആരുടെ സിദ്ധാന്തമാണ്? ദാദാഭായ് നവറോജി അല്ലെ. ചോറ്, ചാറ് അല്ലെ. നമ്മൾ പറഞ്ഞു ചോറ് താത്ത എന്നൊക്കെ പറയുന്നു പറഞ്ഞില്ലേ. ചോറ് താത്ത എന്ന് പറയും, ദാദാഭായ് നവറോജി. ബംഗാൾ വിഭജനം 1905 കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം 1905 കഴ്സൺ പ്രഭു ആണ് എന്താണ് കഴുത്തറുത്തു എന്നുള്ള രീതി. ബംഗാൾ വിഭജനം എന്ന് പറഞ്ഞാൽ ബംഗാളിനെ 2 ആയിട്ട് മുറിക്കുക അല്ലെ. അപ്പൊ ബംഗാളിന്റെ കഴുത്തറുത്തു എന്നുള്ള രീതിയിൽ ഒന്ന് ആലോചിക്കുക. കഴുത്തറുത്തത് ആരാണ്? ബംഗാളിനെ 2 ആയി മുറിച്ചത്, ബംഗാളിന്റെ കഴുത്ത് അറുത്തത് ആരാണ്? കഴ്സൺ പ്രഭു ആണെന്ന രീതിയിൽ ഓർത്ത് വയ്ക്കണം. 1905 അഞ്ജുവിന്റെ കഴുത്തറുത്തു അല്ലെ, ആ രീതിയിൽ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. അപ്പൊ നമുക്ക് ഡേറ്റും ആയിട്ട് കിട്ടും. അത് മറക്കരുത്, ഞാൻ ഒന്നുകൂടി പറയാം. ബംഗാൾ വിഭജനമാണ് പറയുന്നത്. ബംഗാൾ വിഭജനം എന്ന് പറഞ്ഞാൽ ബംഗാളിനെ 2 ആയിട്ട് മുറിക്കുന്നത്. അപ്പൊ ബംഗാളിന്റെ കഴുത്ത് അങ്ങ് മുറിച്ചു കഴിഞ്ഞാൽ 2 ആയി എന്നുള്ള രീതിയിൽ കഴ്സൺ പ്രഭുവായിട്ട് ആലോചിക്കുക. അതുപോലെ അഞ്ജുവിന്റെ കഴുത്ത് മുറിക്കുക എന്നാണ് നമുക്ക് അഞ്ജുവായിട്ട് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റും. 1905. അപ്പോൾ റിസ്ലെ ആയിട്ട് പറഞ്ഞു, റിസ്ലെ ഒരു ഡയലോഗൊക്കെ പറഞ്ഞത് ഒന്നിച്ച് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡയലോഗൊക്കെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് റിസ്ലെ. നെക്സ്റ്റ് തീവ്രവാദ ദേശീയതയാണ് പറഞ്ഞത്. ലാൽ ബാൽ പാൽ. ലോകമാന്യ തിലക് എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ തിലകനാണ്.
സിനിമാ നടൻ തിലകൻ അല്ലെ, ലോകം മൊത്തം അറിയുന്ന തിലകൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. മറാത്ത കേസരി 2 പത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തിലകന്റെയാണ് മറാത്ത കേസരി. മറാത്ത ഏത് ഭാഷയിലാണ്? ഇംഗ്ലീഷിലും. കേസരി മറാത്ത ഭാഷയിലുമാണ് കേട്ടോ. നെക്സ്റ്റ്, സ്വാതന്ത്ര്യം എന്റെ ജന്മ അവകാശമാണോ എന്നൊക്കെ പറഞ്ഞത്. ജനിക്കുന്നത് ആരാണ്? ബാലനാണ്. ബാലന്മാരായിട്ടാണ് ജനിക്കുന്നത്. ബാലഗംഗാധര തിലക് എന്നുള്ള രീതിയിൽ ബാലനുമായിട്ട് കണക്ട് ചെയ്യാം. നെക്സ്റ്റ്, സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗ് ആണ് 1906. സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗ് 1906 ധാക്കയിലാണ് വന്നത്. ആഗ ഖാൻ, നവാബ് സലീമുള്ള ഖാൻ ഒക്കെ ചേർന്നിട്ടാണ് ചെയ്തത്. ധാക്കയിലാണെന്ന് ഓർക്കണേ. മുസ്ലിം ധാക്ക. സൂറത്ത് പിളർപ്പ് പറയുന്നത് 1907 സൂറത്ത് പിളർപ്പ്. അതായത് INC ഉണ്ടായിരുന്ന മിതവാദ ദേശീയതയും തീവ്രവാദ ദേശീയതയുടെ ആൾക്കാരും തമ്മിൽ പിളർന്നു പോയത് അല്ലേ, വാക്കേറ്റമുണ്ടായി പിളർന്നു പോയത്. സൂറത്ത് പിളർപ്പ്. സുഹൃത്തുക്കൾ തമ്മിൽ പിളർന്നതോ എന്തൊക്കെ ആലോചിക്കട്ടോ. സുഹൃത്ത് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു മനുഷ്യൻ അല്ലേ, അപ്പൊ 7 മനുഷ്യനെ ഞാൻ 7 കൊണ്ടാണ് കേട്ടോ പറയാം. അപ്പൊ 7 എന്നുള്ള രീതിയിൽ സൂറത്ത് പിളർപ്പ് 7 എന്നുള്ള രീതിയിൽ 1907 കണക്ട് ചെയ്യാം. നെക്സ്റ്റ്, ഹോം റൂൾ പ്രസ്ഥാനമാണ് പറയുന്നത്. ഹോമിലൊക്കെ 6 മണിക്ക് കയറണം എന്ന് പറഞ്ഞിട്ട് അല്ലേ. ഹോം റൂൾ പ്രസ്ഥാനം 1916. ലക്നൗ സന്ധി എന്താണ് പറഞ്ഞത്? ലക്നൗ സന്ധി ഈ പിളർന്നു പോയ ആൾക്കാർ, സൂറത്ത് പിളർപ്പ് 1907 അല്ലെ. സുഹൃത്തുക്കളെ പിളർപ്പ് പറഞ്ഞില്ലേ. അപ്പൊ ഈ സൂറത്ത് പിളർപ്പിലൂടെ പിളർന്നു പോയ തീവ്ര ദേശീയതയും അതുപോലെ എന്താ പറയാ മിതവാദ ദേശീയതയിലെ ആൾക്കാരും തമ്മിൽ ഒന്നിച്ച് ചേർന്ന് അല്ലെ, ലൗവായിട്ട് ഒന്നിച്ച് ചേർന്ന് വന്നതാണ് ലക്നൗ സന്ധിയിലൂടെ, ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിലൂടെ. ഓക്കെ, കോൺഗ്രസ് ഒന്നിച്ചു, പിളർന്നു പോയവരെല്ലാം ഒന്നിച്ചു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠത്ത് പറയാനുള്ളത്. കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കാരണം ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. SCRT എന്നൊക്കെ ഡയറക്റ്റ് ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് PSC. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, നോട്ട്സ് ഞാൻ തരുന്നതായിരിക്കും. ഏതായാലും ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. താങ്ക് യു.